ഹൗസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം മാത്രമേയുള്ളൂ: വടകര സ്റ്റോർ. അതിനവിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം. അല്ല. ഹോൾസെയിലായും റീറ്റെയിലായും ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേ ഒരു സ്ഥാപനമാണ് വടകര സ്റ്റോർ. പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും: എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന്. അതും പറയാം. ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മയേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. മാത്രമല്ല, വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ. വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ. മികച്ച വിലയിൽ പഴയ അലൂമിനിയം, സ്റ്റീൽ, ഓട്, ചെമ്പ്, പിച്ചള, ഇരുമ്പ്, പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു. വടകര സ്റ്റോർ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, വടകര. നിങ്ങൾ ഡി അഡിക്ഷൻ സെന്ററിൽ പോ. തല ഇങ്ങനെ പിടിച്ചിട്ട് മുടിയെല്ലാം പറിക്കുന്ന കുട്ടികളെ കാണാം. തല ഇങ്ങനെ കൊണ്ടുപോയിട്ട് തല ഇങ്ങനെ ചുമരിലടിച്ചിട്ട് നെറ്റിപ്പൊട്ടിക്കുന്ന കുട്ടികളെ കാണാം. എന്നിട്ട് ഡോക്ടേഴ്സിന്റെ നേരെ താടാ എനിക്ക് മരുന്ന് എന്ന് ഡോക്ടേഴ്സിന് യാതൊരു നിലയും വിലയില്ലാതെ എടാ എന്ന് വിളിക്കുന്ന നിങ്ങൾക്ക് കാണാം. ഒരു പക്ഷേ ചിലപ്പോൾ ചങ്ങല പോലെ കെട്ടിയിട്ടിട്ടുള്ള കയറിൽ നിന്ന് അതിനെ അടർത്തിയിട്ട് കൊല്ലുവടാ ഞാൻ നിന്നെ എന്ന് ഡോക്ടേഴ്സിനോട് അലറി വിളിക്കുന്ന കുട്ടികളെ ഡി അഡിക്ഷൻ സെന്ററിൽ നിങ്ങൾക്ക് കാണാം. ഞങ്ങളും അതൊക്കെയായി ജീവിക്കുന്ന ഒരു ആളുകൾ തന്നെയാണ്. ഇതാണോ നിങ്ങളുടെ ജീവിതത്തിന്റെ താളം തെറ്റിച്ചുകൊണ്ട് നിങ്ങൾ പോകുന്നത്? ഇങ്ങനെ ജീവിതത്തിന്റെ കെടുതിയിലേക്ക് പോയാൽ പിന്നെ ഉമ്മ എന്ന സ്വപ്നമില്ല, ഉപ്പ എന്ന സ്വപ്നമില്ല, വിവാഹം എന്ന് പറയുന്ന സ്വപ്നമില്ല. നിങ്ങൾ അറിയോ, പണ്ട് ഉപയോഗിച്ചിട്ട് ഇതിനൊക്കെ മാറിയ കുട്ടിയൊക്കെ വരെ പെണ്ണിട്ടുമില്ല. ഇപ്പോ കല്യാണാലോചന വന്നപ്പോൾ പണ്ടെന്തോ ഉപയോഗിച്ചിരുന്നു. അപ്പൊ ഇത് ഉപയോഗിച്ചിരുന്ന ആൾക്കാർ ഇനി ഉപയോഗിക്കുന്നു വിചാരിച്ചിട്ടും സോഷ്യൽ സെറ്റപ്പ് ഇല്ലാതെയായി, ഫാമിലി സെറ്റപ്പ് ഇല്ലാതെയായി, പേഴ്സണൽ സെറ്റപ്പ് ഇല്ലാതെയായി. ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ പറഞ്ഞുകൊണ്ട് തോന്നരുത്. ജോലിയിൽ നിന്ന് നഷ്ടപ്പെട്ടവരുടെ കണക്ക് ചാറ്റിപ്പിട്ടിയോട് ചോദിച്ചു നോക്ക്. എത്രയോ ലക്ഷക്കണക്കിന് സാലറി ഉള്ളവർക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്റെ ജോലി നഷ്ടപ്പെട്ടത് ഡ്രഗ് അബ്യൂസ്മെന്റിലേക്ക് പോയവർക്കാണ്. അഥവാ മയക്കുമരുന്ന് ഉപയോഗിച്ചവരുടെ ദിവസക്കണക്കിന് ഇങ്ങനെ പിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് പിന്നെ ജോലിയിൽ തുടരാൻ അനുവാദം കൊടുക്കാറില്ല. അപ്പൊ അവരുടെ കരിയറും നഷ്ടപ്പെട്ട്, ഫാമിലിയും നഷ്ടപ്പെട്ട്, സൊസൈറ്റിയും നഷ്ടപ്പെട്ട്, പിന്നെ ആളുകളുടെ വിശ്വാസവും പോയി. വിശന്ന് വലയുന്ന സമയത്ത് ഒരു 500 ഉറുപ്പ്യങ്ങളൊന്ന് തരുമോ എനിക്ക് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ പോലും നാട്ടുകാർ തരില്ല. കാരണം ഇവന്റെ മയക്കുമരുന്നുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ ആയതെന്ന് മനസ്സിലാക്കുന്നത്. ഇനി കരിയേഴ്സ് ആയിട്ട് പോയാലോ, ഈ പറയുന്ന രീതിയിൽ കച്ചവടത്തിലേക്ക് നമ്മൾ പോയാലോ, നമ്മൾ വിചാരിക്കുക ലക്ഷക്കണക്കിന് കൊയ്യാന്നാണ്. ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾക്ക് വരുന്ന പൈസയുടെ വിഹിതം വെക്കാൻ അലക്ഷ്യമായ രീതിയിൽ നിങ്ങൾ നടക്കുമ്പോൾ ബൈക്കും കൊണ്ട് ആളുകൾ വരാനുണ്ടാകും, കാറും കൊണ്ട് ആളുകൾ വരാനുണ്ടാകും, നിങ്ങളെ കിഡ്നാപ്പ് ചെയ്യാനുണ്ടാകും. കൊച്ചിയിലെ ഇഷ്ടം പോലെ ഓടകളിൽ ഇങ്ങനെയുള്ള കുട്ടികളെ എന്താക്കിയിട്ടുണ്ട്? പൊക്കിക്കൊണ്ടുപോയിട്ടുണ്ട്. കൊച്ചിയാണ് ഇതിന്റെ വലിയ നഗരമെന്ന് പറയപ്പെടാറുണ്ട്. അവിടെയുള്ള കാപാലികന്മാരായ ആളുകൾ കൊണ്ടുപോയ കുട്ടികൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എത്രയോ കുട്ടികൾക്ക് തന്റെ ജീവിതം നഷ്ടപ്പെടുന്നു. അവരെ ഇതിന്റെ മാഫിയ കൊണ്ടുവന്നിട്ട് പൊക്കിക്കളയുന്നു. അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല അവർക്ക്. ഇപ്പതാ ഈ പട്ടാമ്പിയിലെ കുട്ടിയും പറയുന്നത് ഇങ്ങനെ ഒരു പാറപ്പുറത്ത് നിന്നിട്ടാണ്. അതും മീഡിയ വണ്ണിന്റെ ഇന്റർവ്യൂ ആണ്. മീഡിയ വൺ അവർ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ പറയാണ്, ഈ പാറപ്പുറത്ത് നിന്ന് 3 പ്രാവശ്യം ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് ഇതെല്ലാം ഞാൻ വിളിച്ചു പറയുമ്പോൾ എൻ്റെ ഈ ഡ്രഗ് മാഫിയ എന്നെ വിടുമെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ അവൻ പറഞ്ഞ വാക്കങ്ങനെ തന്നെയാണ്. ഒരു പക്ഷേ ഞാൻ കൊല്ലപ്പെട്ടേക്കാം, ഒരു പക്ഷേ ഞാൻ ഇല്ലാതെയായേക്കാം. അങ്ങനത്തെ മാഫിയയുടെ ലോകത്തിലൂടെയാണ് ഓരോ കുട്ടികളും ഇന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ചില കാരണങ്ങളുണ്ട്. ഞാൻ അധികം നീട്ടിപ്പരത്തി പറയല്ല. ചില കാരണങ്ങളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട കുടുംബിനികളോട്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ വേണ്ട രീതിയിൽ സ്നേഹിക്കാതിരിക്കുമ്പോൾ ഇങ്ങനെ കുട്ടികൾ വഴിതെറ്റിപ്പോകും. ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞത്, എല്ലാറ്റിലും A+ എടുത്തു സാർ, മാത്സിൽ മാത്രം മിസ്സായി. അന്ന് ഞാൻ വീട്ടിലേക്ക് ചെന്നപ്പോൾ എൻ്റെ ഉമ്മ ഒരു കൈ പോലും എനിക്ക് തന്നില്ല, എന്നോടൊരു നല്ല വാക്ക് പോലും പറഞ്ഞില്ല. 9 A+ കിട്ടിയുള്ളൂ, 10 A+ ആയില്ല. അതിൻ്റെ പേരിൽ എൻ്റെ ഉമ്മ ഒരു കൈ പോലും എനിക്ക് തന്നില്ല എന്ന്. പിന്നെ ആ കുട്ടി വൃത്തികേടുകാരിയായ കുട്ടിയായി മാറുന്നത് എങ്ങനെയെന്നറിയോ? സ്കൂളിൽ പോയപ്പോൾ കുട്ടികളെല്ലാം വട്ടം കൂടി അവൾക്ക് കൈയൊടുത്ത് അവളെ ആശ്ലേഷിച്ച് ഇങ്ങനെ പോയപ്പോൾ അവൾ അവളുടെ ജീവിതം തിരഞ്ഞെടുത്ത് കൗൺസിലിങ്ങിന് എൻ്റെ മുമ്പിൽ വരുമ്പോൾ, ഇത്രയും മോശമായ എൻ്റെ ജീവിതത്തിന്റെ കാരണക്കാരി എൻ്റെ ഈ തള്ളയാണ് സാർ എന്ന് എൻ്റെ മുഖത്ത് നോക്കിയ കുട്ടി പറയുകയുണ്ടായി, ഇത്തള്ളയാണ് എൻ്റെ ജീവിതത്തെ ഇങ്ങനെയാക്കിയത് എന്ന്. അതുകൊണ്ട് എൻ്റെ മാതാപിതാക്കളെ, നിങ്ങളുടെ സ്നേഹം നഷ്ടപ്പെടുമ്പോഴും കുട്ടികൾ മെല്ലെ മെല്ലെ ഇങ്ങനെ ആയിപ്പോകും. പിന്നെ രണ്ടാമത് നിങ്ങളുടെ ഉത്തരവാദിത്തമില്ലായ്മയാണ്.
കുട്ടികളടുത്ത് നിന്ന് എന്തെങ്കിലും കാണുമ്പോഴേക്ക് മറച്ചു വെക്കാൻ വേണ്ടി ശ്രമിച്ച് ഭർത്താക്കന്മാരോട് പറയാതിരുന്ന് അവസാനം ആകെ പ്രശ്നങ്ങളായി ഉമ്മയുടെ നേരെ കഠാര കൊണ്ട് വന്ന് ഒരു പക്ഷേ മാറത്ത് കഠാര അമർത്തി കുത്തുമ്പോൾ മാത്രമേ നിങ്ങൾ അറിയൂ നിങ്ങളുടെ കുട്ടികൾ മാറിയ കാര്യം. അതുകൊണ്ട് ഇവിടെ ഒരു കുട്ടിയും അങ്ങനെ ഉണ്ടാകില്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നല്ല മക്കളാണ് നമ്മുടെ നാട്ടിലുള്ളതെല്ലാം. പക്ഷെ വരാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഒരിക്കലും സംശയിക്കണ്ട, പക്ഷെ ഒബ്സർവേഷൻ വേണം. ഡൗട്ട്ഫുൾ മൈൻഡോട് കൂടി നടക്കരുത്, സംശയിച്ചിട്ട് ഇങ്ങനെ നോക്കരുത്. പക്ഷെ ഒബ്സർവേഷൻ, നിരീക്ഷണം വേണം. നിരീക്ഷണം ഒരു മാതാപിതാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയാണ്. തൻ്റെ കുട്ടി എന്ത് ചെയ്യുന്നു, എങ്ങോട്ട് പോകുന്നു, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഒബ്സർവേഷൻ. ആ നിരീക്ഷണത്തിലൂടെ പോകുമ്പോൾ നിങ്ങൾക്കൊരു കുട്ടിയുടെ വൈബ്രൻസി കാണുമ്പോൾ, അഥവാ ഇളക്കം കാണുമ്പോൾ, കുട്ടിയുടെ പെട്ടെന്നുള്ള കോപം കാണുമ്പോൾ, ഇതുകൊണ്ട് മാത്രമല്ല വരിക, ഗെയിം കൊണ്ടും വരും. ഗെയിം ഒരു തരം ലഹരിയാണ്. ഗെയിം, ചെറിയ കുട്ടിയൊക്കെ ഗെയിം ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. അത് ഏത് തരത്തിലുള്ള ഗെയിമാണെന്നും കൂടി നിങ്ങൾ പഠിക്കണം. ഈ മൊബൈൽ ഉണ്ടല്ലോ, മറ്റൊരു കുട്ടിയുടെ അനുഭവം പറയാം. ആ കുട്ടി ഉമ്മനോട് ഇങ്ങനെ ഇരുന്നിട്ട് പറയാം, സാറേ എൻ്റെ കുട്ടി എങ്ങോട്ടും പോകാറില്ല, കൊറോണ മുതലേ എൻ്റെ പെരയിലാണ്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത കുട്ടിയാണ്, എൻ്റെ അയൽവാസികൾ വെറുതെ കള്ളം പറഞ്ഞുണ്ടാക്കുകയാണ്, എൻ്റെ മോനിതൊന്നും ഉപയോഗിക്കാറില്ല എന്ന്. അവസാനം ഞാൻ മോനെ മാത്രം ഇരുത്തി ഈ പാവം സ്ത്രീയെ പുറത്താക്കിയിട്ട് ഞാൻ ചോദിച്ചു, മോനെ, ഞാൻ പഠിച്ച സൈക്കോളജി പ്രകാരം ഞാനിതിലൊരു PhD വാങ്ങിയ ഒരാളാണ്, നിന്റെ മുഖം കണ്ടാൽ അറിയാം നീ അത് ഉപയോഗിക്കുന്നുണ്ട് എന്ന്. സത്യം പറ മോനെ, ഇതിൽ നിന്ന് രക്ഷപ്പെടണോ നിനക്ക്, നീ ഏതാ ഉപയോഗിക്കണം? അപ്പൊ അവൻ കാര്യം പറയാൻ തുടങ്ങി. ഇവൻ ഉപയോഗിക്കാറുണ്ട്. പറഞ്ഞു, നീ വീട്ടിലാണെന്നല്ലേ പറഞ്ഞു, നിനക്ക് എങ്ങനെയാ ഇത് കിട്ടുന്നത്? അപ്പൊ ഈ കുട്ടി പറയാണ്, സാർ അതിന് പ്രത്യേക ഒരു സൈറ്റ് ഉണ്ട്, ആ സൈറ്റിൽ കയറിയാൽ നമുക്ക് ആ സാധനം എത്തും, ആ സാധനം എത്തിക്കഴിഞ്ഞാൽ അവർ മതിലിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെക്കും, എന്നിട്ട് ഗൂഗിൾ മാപ്പ് ഇടും, ഗൂഗിൾ മാപ്പ് ഇട്ട ഉടനെ അവർക്ക് അനങ്ങുന്നതിന് മുമ്പ് അവർക്ക് പൈസ കൊടുക്കണം. ഈ കുട്ടി ഉമ്മാന്റെ ഫോണിൽ നിന്ന് തന്നെയാണ് ഈ പൈസ അയച്ചു കൊടുക്കുന്നത്. ചുമ്മാ അറിയുന്നില്ല ഈ പൈസ പോയ കാര്യം, ഒരു മെസ്സേജ് എങ്കിലും വരാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയണ്ടേ. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇവനത് അയച്ചു കൊടുത്ത് അവിടെ പോയിട്ട് എടുത്തുകൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ട് ഉപയോഗിക്കാം. അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട ഈ സാധനം കിട്ടാൻ ഈ പുറത്തൊക്കെ സഞ്ചരിക്കണം. MDMA കിട്ടാൻ വേണ്ടി നമ്മൾ ചെന്നൈയിലും ബാംഗ്ലൂരിലൊന്നും പോകുന്നും വേണ്ട. മൊബൈലിലൂടെ വരുത്താനുള്ള കഴിവ് കുട്ടികൾക്കുണ്ട്. അതിന് പൈസ, നിങ്ങളുടെ പൈസ അതെന്നെ നേരെ എടുത്തിട്ട് കൊടുക്കാനുള്ള കഴിവും കുട്ടികൾക്ക്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളൊക്കെ പാവങ്ങളാണ്. ആ കുട്ടികൾ മോശമാകാതിരിക്കാൻ ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയും, ഏതെങ്കിലും ഒരു കുട്ടിയുടെ ഒരു അവസ്ഥ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ വ്യത്യാസം തോന്നിയാൽ ദയവ് ചെയ്ത് ആ കുട്ടിയെ ഒറ്റപ്പെടുത്തല്ലേ. പകരം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? അവനെ ചാരത്ത് ചേർക്ക്, വേണ്ടി വന്നാൽ അവന്റെ കൂടെ ഇരിക്ക്, എന്നിട്ട് കാര്യങ്ങൾ പറയ്, എന്നിട്ട് നല്ല കൗൺസിലേഴ്സിന്റെ അടുക്കൽ എത്തിക്ക്. ആൾക്കാരോട് വിളിച്ചു പറയല്ലേ, അവന്റെ ഉപ്പനോട് വിളിച്ചിട്ട് മോശമായി അവനെ കുറിച്ച് പറയല്ലേ. കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്ക്. അതിന് നിങ്ങൾ മഹല്ലില് ഉണ്ടാക്കേണ്ടുന്ന ചില സംവിധാനങ്ങളുണ്ട്. അതിലൊന്ന് കൗൺസിലിംഗ് സെന്ററാണ്. നിങ്ങൾ എത്ര വലിയ പൈസ ഒന്നും അതിന് വേണ്ട, ജസ്റ്റ് ഒരു കൗൺസിലിംഗ് സെന്ററാണ്. അതിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വരുന്ന ഒരു എക്സ്പേർട്ട് കൗൺസിലർ ഉണ്ടാകണം. ബാക്കിയൊന്നും അവർക്ക് ഡോക്യുമെന്റേഷൻ കൊടുക്കുന്ന ഒരു കൗൺസിലറെങ്കിലും ഉണ്ടാകണം. അങ്ങനെ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണമെന്ന് പറയുന്ന ആൾക്കാരുണ്ടാകണം. എല്ലാവരും കൂടി ഇത് കൈകാര്യം ചെയ്ത് ആകെ ചളമാക്കരുത്. തന്നെയല്ല, ഒരു കുട്ടി അത് ഉപയോഗിക്കുന്നത് കണ്ടാൽ പുറത്ത് പറയരുത്. പുറത്ത് പറഞ്ഞാൽ ആ കുട്ടി പിന്നെ എന്നേക്കുമായി ഇത് ഉപയോഗിക്കുന്ന ആളാകും. ഒരു ചെറിയ കളവ് കെട്ട് കഴിഞ്ഞാൽ ആ കളവിനെ കുറിച്ച് പറഞ്ഞാൽ പിന്നെ എന്നും പെരുങ്കള്ളനായി അയാൾ മാറും. അങ്ങനെയും ചെയ്യരുത്. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആലയുടെ കാലത്ത് ഒരു ചെറുപ്പക്കാരൻ മദ്യപിക്കുന്നത് കണ്ടു. സഹാബിയല്ല, നഊദു ബില്ലാഹ്, അങ്ങനെ വിശ്വസിക്കരുത്. ഉമർ റളിയല്ലാഹു തആലയുടെ കാലം എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്പിരിച്വൽ ഡൊമിനിയൻ ആൻഡ് 20 ഫിസിക്കൽ കിങ്ഡംസ്, 20 ഭൗതിക രാജ്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു അത്ഭുത രാജ്യമായി ഏകഛത്രാധിപതിയായി ഭരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഇറാനിൽ നിന്ന്, ഇറാഖിൽ നിന്ന്, ജോർദാനിൽ നിന്ന്, ഫലസ്തീനിൽ നിന്ന്, അപ്പുറത്തുള്ള ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ദീന് പഠിക്കാൻ വേണ്ടി വരുമായിരുന്നു. അങ്ങനെ വന്നിട്ടുള്ള ഒരു പയ്യനാണ് ഇറാനിൽ നിന്ന്. അവിടെ മദ്യം അന്നത്തെ കാലഘട്ടത്തിൽ വിപുലീകരിച്ചത് കൊണ്ട്, വിപുലീകൃതമായി ഉണ്ടായത് കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ വന്നു. ആ ചെറുപ്പക്കാരൻ ദീന് പഠിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഒരു ദിവസം ആ ചെറുപ്പക്കാരനെ കാണാൻ വേണ്ടി ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു മെല്ലെ ഇങ്ങനെ വീടിൻ്റെ അരികിലൂടെ നടന്ന് ഇങ്ങനെ പള്ളിയിലേക്ക് പോവാന്ന് വിചാരിച്ചത് മസ്ജിദുൻ നബവിയിലേക്ക്. മസ്ജിദുൻ നബവിയുടെ ഇമാം അന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു ആണ്. അതേപോലെ തന്നെ ഖലീഫ, ഭരണാധികാരി ഉമർ റളിയല്ലാഹു തആല അൻഹു ആണ്. അന്ന് മൊത്തത്തിൽ മുഅ്മിനീങ്ങളുടെ അമീർ അതും ഉമർ റളിയല്ലാഹു തആല അൻഹു ആണ്. അതുകൊണ്ട് എല്ലാം മനസ്സിലാക്കാൻ വേണ്ടി പോകുമ്പോൾ വാതിലൂടെ ജസ്റ്റ് വാതിലിന്റെ ഭാഗത്തെത്തിയപ്പോൾ അവിടെ ഇരുന്നിട്ട് അകത്തിരുന്നിട്ട് മദ്യപിക്കുന്ന ഈ ചെറുപ്പക്കാരനെ കാണുക. ഉമർ റളിയല്ലാഹു തആലയുടെ ചരിത്രത്തിലുണ്ട്.
ആ സമയത്ത് ഉമർ റളിയല്ലാഹു തആല വല്ലാണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് പള്ളിയിലേക്ക് നടന്നു. ഈ ചെറുപ്പക്കാരന് വല്ലാത്തൊരാശങ്കയായി. ഇനി ഞാൻ പള്ളിയിലേക്ക് പോയാൽ അന്ന് ചാട്ടവാറ് കൊണ്ട് അടിയാണ്. ഉസ്തുവാനയിൽ കെട്ടിയിട്ട് ഉസ്തുവാന എന്ന് പറഞ്ഞ തൂണ്, മസ്ജിദ് നബവിയുടെ തൂണിൽ കെട്ടിയിട്ട് ചാട്ടവാറ് കൊണ്ട് അടിക്കും മദ്യപിച്ചവരെ. മുസ്ലിമീങ്ങളാണെങ്കിൽ മറ്റുള്ളവർക്ക് പ്രശ്നമല്ല. അങ്ങനെ ചുരുക്കത്തിൽ ആ മുസ്ലിമായ ചെറുപ്പക്കാർ, അഥവാ അന്ന് ആ സമയത്ത് എത്തിയിട്ടേ ഉള്ളൂ, ദീന് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ്. ഉമർ റളിയല്ലാഹു തആല സങ്കടപ്പെട്ടു. ഏതാണ്ട് 2-3 ആഴ്ചകളോ അല്ലെങ്കിൽ 4 ആഴ്ചയോ കഴിഞ്ഞു പോയി. ഈ ചെറുപ്പക്കാരൻ പള്ളിയിലേക്ക് വന്നില്ല. നിസ്കാരമെല്ലാം വീട്ടിൽ നിന്ന് തന്നെ നിസ്കരിക്കാൻ തുടങ്ങി. പക്ഷെ ഉമർ റളിയല്ലാഹു തആല അങ്ങോട്ട് ചെന്ന് നോക്കിയില്ല. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം നോക്കുമ്പോൾ ഈ വലിയ മസ്ജിദ് നബി അന്നും വലുതാണല്ലോ, ബാക്കിലുണ്ട് ഇങ്ങനെ ഇരിക്കുന്ന നിസ്കാരം കഴിഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരൻ. ആ രംഗം വെറുതെ മനസ്സുകൊണ്ടൊന്ന് കണ്ടു നോക്ക്. വ്യക്തികളെ നിങ്ങൾ കാണണ്ട. ആ സമയത്ത് ഉമർ റളിയല്ലാഹു തആല സന്തോഷത്തോട് കൂടിയിട്ട് മിഹ്റാബിന്റെ ഭാഗത്തേക്ക് ഇമാമത്ത് നിൽക്കുന്ന, ഏത് ഇമാമത്ത് നിന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമത്ത് നിന്ന മിമ്പറിലേക്ക് ഉമർ റളിയല്ലാഹു തആല വിളിക്കാണ്. താൽ അഖി, സഹോദര വാ എന്ന് പറഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരൻ പറയുന്നത്, ഞാനിങ്ങനെ നടക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ഭയമായി. ഇപ്പോൾ ഈ ഉസ്തുവാനയിൽ ഏതെങ്കിലും ഒന്നിൽ, തൂണുകളിൽ ഏതെങ്കിലും ഒന്നിൽ എന്നെ കെട്ടും, ചാട്ടവാറ് കൊണ്ടടിക്കും, എനിക്ക് ശിക്ഷ നിർണയിക്കും, എന്നെ മദീനയിൽ നിന്ന് പുറത്താക്കും, എൻ്റെ നാട്ടിലേക്ക് തിരിച്ചയക്കും. ഭയപ്പാടുകൂടി ഞാനിതാ ഉമർ റളിയല്ലാഹു തആല അരികിലേക്ക് എത്തിയപ്പോൾ ഉമർ റളിയല്ലാഹു തആല എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് മെല്ലെ എന്നെ ഒന്നിങ്ങനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് മെല്ലെ ചെവിയിൽ പറഞ്ഞു, നീ മദ്യപിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ ഉമർ റളിയല്ലാഹു തആലയുടെ ചെവിയിൽ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, നിങ്ങൾ നീതിമാനായ ഭരണാധികാരനെന്നറിയാം, അതുകൊണ്ട് ഞാൻ പിന്നെ മദ്യപിച്ചിട്ടില്ല അമീറുൽ മുഅ്മിനീൻ, ഇനി ജീവിതത്തിൽ ഞാൻ മദ്യപിക്കുകയുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് നിസ്കരിച്ച മിഹ്റാബിൽ വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ഇനി ജീവിതത്തിൽ ഞാൻ മദ്യപിക്കുകയേ ഇല്ല എന്ന്. ഇതാണ് ട്രീറ്റ്മെന്റ്. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനേക്കാളും വലിയ ആളാകാൻ നമ്മൾ ഒരിക്കലും നോക്കണ്ട. നമ്മുടെ ഈ മഹല്ലിൽ ഏതെങ്കിലും ഒരു കുട്ടി യാദൃച്ഛികവശാൽ എന്തെങ്കിലും ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്രീറ്റ്മെന്റ് അവന് കൊടുക്കണ്ടേ? സ്നേഹത്തോടെ കൂടെ കൂട്ടണം, അവനെ കൊണ്ടുപോകണം. കൗൺസിലിംഗ് വേണമെങ്കിൽ രഹസ്യമായിട്ട് കൗൺസിലിംഗ് സെന്ററിൽ കൊണ്ടുപോകണം, രഹസ്യമായി തെറാപ്പികൾ കൊടുക്കണം, അവന് രഹസ്യമായി ട്രീറ്റ്മെന്റ് കൊടുക്കണം. ദയവ് ചെയ്തിട്ട് നാട്ടിൽ മുഴുവൻ പാട്ടാക്കല്ലേ, ഇന്ന അലിക്കയുടെ മകന് നല്ല മദ്യപാനിയാണെന്ന് അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിച്ചു എന്ന് ഒരു കുട്ടിയെ പറ്റിയും പറയുന്നു. ഇവിടെ ചിലപ്പോൾ പ്രണയത്തിൽ അകപ്പെട്ടു പോകുന്ന പെൺകുട്ടികൾ ഉണ്ടാകാം. പെൺകുട്ടികളോട് ചില വാക്കുകൾ പറയാം. നിങ്ങൾക്ക് ഐ ഡ്രോപ്പ് ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ അതറിയായിരിക്കും. ചിലപ്പോൾ ലിപ്സ്റ്റിക് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ ലിപ്സ്റ്റിക്കും ഇവിടെ തേക്കാനുള്ളതല്ല. ആ ലിപ്സ്റ്റിക്കിന്റെ കൂട്ടത്തിൽ കുറച്ച് ബ്രാൻഡഡ് സാധനം എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ തേക്കുമ്പോഴേക്കും പിന്നെ നിങ്ങൾ എന്നും അതേ തേക്കുള്ളൂ. കാരണം അതിലും ഈ തരം മെഡിസിൻസ് ഉണ്ട്, ഈ ഡ്രഗ്സിന്റെ ചില അംശങ്ങളുണ്ട്. കണ്ണിങ്ങനെ ഇതാക്കി. ഞാൻ ഒരിക്കലും ഒരു കുട്ടിന്റെ ഒരിത് ചോദിച്ചപ്പോൾ പറഞ്ഞു, കണ്ണ് കലങ്ങുലയുടെ മോനെ എന്ന് ചോദിച്ചപ്പോൾ, കാരണം നമ്മളിതൊന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ, ജീവിതത്തിൽ ബീറ് പോലും എന്താണെന്ന് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്കറിയില്ല. പക്ഷേ ഈ കുട്ടി പറഞ്ഞത് അതിനും ഐ ഡ്രോപ്പ് ഇറങ്ങിയിട്ടുണ്ട്, കണ്ണ് ചോക്കാതിരിക്കാനും ഐ ഡ്രോപ്പ്, പെരക്കാരെ പറ്റിക്കാൻ. ഇതൊക്കെ ഉപയോഗിച്ചാൽ അതിട്ടിച്ചാൽ കണ്ണെല്ലാം തെളിഞ്ഞു നിൽക്കുന്ന പെരക്കാർക്ക് സംശയമൊന്നും തോന്നില്ല. പെൺകുട്ടികൾക്ക് ഐബ്രോ പെൻസിൽ. പെൺകുട്ടികളാകട്ടെ അവരുടേതായ ലോകം തീർത്ത് മുന്നേറുകയാണ്. നിങ്ങൾക്ക് ചിലപ്പം തോന്നുകയാണ് ഞങ്ങളെല്ലാവരും ഈക്വൽ അല്ലല്ലോ എന്ന്. അങ്ങനെ കുറെ പറഞ്ഞിരിക്കാൻ കുറച്ച് ആൾക്കാരും. ഏതൊക്കെയാണ് ആൾക്കാർ എത്രത്തോളം നിങ്ങളോട് പറയുമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഓരോരുത്തരെയും കണ്ടിട്ട് നിങ്ങൾ സ്വാഭാവികമായും കാണുമ്പോൾ നിങ്ങളോട് ആളുകൾ പറയുന്ന ചില രംഗങ്ങളുണ്ട്. നിങ്ങളുടെ ഇക്കിളിപ്പെടുത്തുന്ന ലോകത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. ആളുകളെ തിരസ്കരിക്കാൻ നിങ്ങൾക്ക് പറ്റണം. നിങ്ങൾ ഓരോരുത്തരും അതിന് സജീവമായി ഓരോ രംഗങ്ങളിലും നിങ്ങൾ പ്രത്യാശയോടുകൂടി നിൽക്കണം. 1000 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾക്ക് മറുപടി കൊടുക്കുന്നതിന്റെ പേരല്ല വിദ്യാർത്ഥിത്വം. ഒന്നുകൂടി പറയാം, 1000 ചോദ്യങ്ങൾക്ക് ഉത്തരം പഠിച്ച് തലയിലേക്ക് കേട്ടിട്ട് പേപ്പറിലേക്ക് പകർത്തുന്നവന്റെ പേരല്ല വിദ്യാഭ്യാസം, അതല്ല വിദ്യാർത്ഥിത്വം. ആൾക്കൂട്ടത്തിൽ വെച്ച് അന്യായത്തിനെതിരെ ഒന്ന് പ്രതികരിക്കുന്നതിന്റെ പേര് കൂടിയാണ് വിദ്യാഭ്യാസം എന്ന്. പാർലമെന്റ് സ്തംഭിച്ചപ്പോ, നിയമസഭകൾ സ്തംഭിച്ചപ്പോ, ഇവിടെ മറ്റു പല നിയമങ്ങളും വന്നിട്ടൊരു സമൂഹത്തെ മുഴുവനും ഭ്രഷ്ട് കൽപ്പിക്കുമെന്ന് വന്നപ്പോ, NRC വന്ന സമയത്ത് പാർലമെന്റിൽ നടന്ന യുദ്ധത്തെക്കാൾ, അവിടുത്തെ പ്രസംഗത്തെക്കാൾ നടന്നത് അലിഗഡ് യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളാണ്, JNUവിലെ കുട്ടികളാണ്, അതേപോലെ തന്നെ മറ്റുള്ള ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളാണ്. വിദ്യാർത്ഥികൾ അതാണ്, അന്യായങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടുന്നവരാണ്.
നിങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു കുട്ടി ഇങ്ങനെ അകപ്പെട്ടു പോയാൽ മാറി നിൽക്കടാ എന്ന് ആൺകുട്ടികളോട് ധൈര്യസമേതം പറയേണ്ടവർ നിങ്ങളാണ്. നിങ്ങൾ എന്തിനാണ് ഈ പാവമായി നടക്കുന്നത്? പ്രണയം നടിച്ചിട്ട്. നാളെ ഇതേപോലെ തന്നെ ഒരു പെൺകുട്ടിയെ കൗൺസിലിംഗ് നടത്തുകയാണ്. കണ്ണൂർ ജില്ലക്കാരിയാണ്, കാണാൻ മനോഹരിയായ ഒരു പെൺകുട്ടി. ഇപ്പുറത്താകട്ടെ ഒന്നിനും പറ്റാത്ത ആണുങ്ങൾ എന്ന് പെണ്ണുങ്ങൾ ഇഷ്ടപ്പെടാൻ ചില കാരണങ്ങളുണ്ട്. അത് 4-5 കാരണങ്ങളാണ്. ആ കാരണം ഇവിടെ ഇങ്ങനെ പറയുന്നില്ല. ആ കാരണങ്ങൾ ഒരു കാരണമില്ലാത്തൊരു പയ്യനപ്പുറത്ത് 5 ഒരു കാരണം കൊണ്ട് വേണ്ട. മെലിഞ്ഞുണങ്ങി കറുത്ത ഒന്നിനും പറ്റാത്തൊരു പയ്യൻ. ഒന്നിക്കൽ ആൾ നല്ല തമാശക്കാരനാവും. പെൺകുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് തമാശക്കാരൻ. വലിയ കാര്യത്തിൽ ഗൗരവത്തിൽ നടക്കുന്ന PhD കാരൊന്നും അവർക്ക് ഇഷ്ടമൊന്നുമല്ല. എപ്പോഴും തമാശക്കാരനായി കുട്ടികളെപ്പോലെ നടക്കുന്നവരെയാണ് അവർക്ക് ഇഷ്ടം. ഇതൊന്നുമില്ലാത്തൊരു പയ്യനാണ്. ഞാൻ ഈ പെൺകുട്ടിനോട് ചോദിച്ചു, മോളെ നീ എങ്ങനെ ഇവൻ്റെ വലയിൽ കുടുങ്ങിയത്? അപ്പോൾ ആ കുട്ടി പറയാണ്, സാറേ അവൻ പ്രൊഫൈൽ പിക്ചർ മാറ്റിയിട്ടാണ് ചാറ്റിങ് തുടങ്ങിയത്. നല്ലൊരു കാസർകോട്ടെ മൊഞ്ചൻ്റെ ഫോട്ടോ വെച്ചിട്ട് ചാറ്റ് തുടങ്ങി. ഇവ ഇതാന്നും വിചാരിച്ചിട്ട് എന്താക്കി, ഇവൻ കുറച്ച് നെറ്റൊന്നും എടുത്തിട്ട് അയക്കാണ്. ഇത് ഈ പാവം പെൺകുട്ടിക്ക് അറിയില്ല. ചുരുക്കി പറഞ്ഞാൽ ഇപ്പം അയ്യൻ തന്നെയാണെന്ന് വിചാരിച്ചിട്ട് പോയി ഇവളെന്തൊക്കെ ഫോട്ടോ അയച്ചു കൊടുത്തു, മോശപ്പെട്ട ഫോട്ടോ അവന്. അതവൻ്റെ കൈകളിലുമായി. പിന്നല്ലേ അവൻ്റെ തനിനിറം അറിയുന്നത്. ഒരിക്കൽ കാണാൻ വേണ്ടിയിട്ട് വടകരയിൽ വരാൻ വേണ്ടി പറഞ്ഞപ്പോൾ വടകര സ്റ്റേഷനിൽ വെച്ചിട്ട് ഇവർ കരഞ്ഞത്രേ ആ പയ്യനെ കണ്ടിട്ട്. കാരണം ഇവനാണോ എന്നോട് ചാറ്റ് ചെയ്തത് എന്ന്. ഒരു ഹൈന്ദവ പയ്യനാണ്, ഇതൊരു മുസ്ലിം കുട്ടിയുമാണ്. ഇങ്ങനെ പല കൊടും ചതികളുണ്ടാവും. പ്രൊഫൈൽ പിക്ചർ മാറ്റിയിട്ടും അല്ലാതെയുമൊക്കെയുള്ള ഒരുപാട് ചതിക്കുഴികൾ. അവസാനം എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്നത് എന്തിനാണെന്നറിയോ? സാറേ എനിക്ക് അവനെ കെട്ടാൻ 100% പോലും ഇഷ്ടമില്ല, പക്ഷേ എൻ്റെ ചില മോശപ്പെട്ട ഫോട്ടോകൾ അവൻ്റെ കയ്യിലുണ്ട്, അതവൻ നെറ്റിലേക്ക് ഇടുമെന്ന് പറയുന്നു. അതോടുകൂടി പിന്നെ ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല സാർ, എനിക്ക് പിന്നെ മരണമല്ലാതെ മറ്റൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ കല്യാണത്തിന് സമ്മതിക്കുകയാണ്. ഇങ്ങനെയുമുണ്ടോ? ആരെങ്കിലും ഒരു പയ്യൻ ഇങ്ങനെ പറഞ്ഞങ്ങൾ ചെയ്യേണ്ട പണി എന്താണെന്നറിയോ? സൈബർ സെല്ലിലേക്ക് റിപ്പോർട്ട് കൊടുക്കണം. സൈബർ സെല്ല് എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ ഉണ്ട്. ഈ പറഞ്ഞമാതിരി ആൾക്കാർക്ക് കളിക്കാനൊന്നും പറ്റൂല. അതങ്ങനെ തന്നെ ഡിലീറ്റ് ചെയ്യാനും പൊക്കാനും അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഈ സൈബർ സെല്ലൊക്കെ ഉള്ളത്. നിങ്ങളൊരു കുറ്റവാളിയാണെങ്കിൽ നിങ്ങൾ 2 കൊല്ലം മുമ്പ് ഇവിടുന്ന് ഡിലീറ്റ് ആക്കിയാലും 5 കൊല്ലം മുമ്പ് ഡിലീറ്റ് ആക്കിയ എല്ലാ സാധനം പുറത്തെടുക്കുമല്ലോ ഈ സൈബർ സെല്ല്. നിങ്ങൾ വിചാരിച്ചത് ഡിലീറ്റ് ആക്കിയ എല്ലാ ഫോട്ടോയും പോയി എന്നല്ലേ? നിങ്ങൾ അയച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഡിലീറ്റ് ആക്കിയ സാധനം ഉണ്ടല്ലോ, അതൊരൊറ്റ നിമിഷം കൊണ്ട് പുറത്തെടുക്കാൻ പറ്റും സൈബർ സെല്ലുകാർക്ക്. അതുകൊണ്ട് ഇവനെ കംപ്ലീറ്റ് ബ്ലോക്ക് ആക്കിയിട്ട് കൊടുക്കാൻ പറ്റും ഇവർക്ക്. നിങ്ങളെന്താ ആ വഴിക്ക് നീങ്ങാത്തത്? ഏതെങ്കിലും ഒരു ആൺകുട്ടി എൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കാണിച്ചു തരാം എന്ന് പറയുമ്പോൾ നീ അങ്ങനെ ചെയ്യല്ലേ എന്ന് കെഞ്ചി പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ചുറ്റുവളയിട്ട് ആ പയ്യനെ ലോക്കാക്കുന്ന പണി ഇവിടെ ഉണ്ട്. നിയമപാലകരോട് ചോദിക്കുക നിങ്ങൾ. അല്ലാതെ ഏതെങ്കിലും ഒരു പയ്യന്റെ കയ്യിൽ നിങ്ങളുടെ ഒരു ഫോട്ടോ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ ജീവിതമൊന്നും അവതാളത്തിലാകാൻ പോകുന്നില്ല. പിന്നെന്തിനാ അവിടെ നിയമപാലകരും ഇവരൊക്കെ വെറുതെ മൂക്കുകുത്തികളായിട്ട് ഇവരെങ്ങനെ വിരഹിക്കാൻ വേണ്ടിയിട്ട് വിടുവോ, വിരാജിക്കാൻ വിടുവോ? അങ്ങനെ ഒരിക്കലും ഉണ്ടാകില്ല. അതുകൊണ്ട് ഒരു പേടിയും നിങ്ങൾ പേടിക്കേണ്ടതില്ല ആ കാര്യത്തിൽ. നിങ്ങൾ ധൈര്യസമേതം സൈബർ സെല്ലിലേക്ക്, അതിൻ്റെ നമ്പറുകളുണ്ട്, നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ആ നമ്പറിൽ വിളിച്ചാൽ ഉടനടി ഇവനെ പൊക്കും. പിന്നെ ഇവന്റെ ഗൂഗിൾ എന്ന് പറയുന്ന അവന്റെ എല്ലാ കംപ്ലീറ്റ് കാര്യങ്ങളും അവർ ഹാക്ക് ചെയ്തിട്ട് ഒഴിവാക്കും. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ നേരെ അവൻ ജയിലിലകപ്പെട്ട മൊബൈൽ പോലും കയ്യിലെങ്കിൽ പിന്നെ അവൻ എന്ത് ചെയ്യാനാണ്? അതുകൊണ്ട് ആ ഭീഷണിയൊന്നും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാക്കരുത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളോട് ദയവ് ചെയ്തിട്ട് ആരാണ് അപ്പുറത്ത് എന്ന് നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞാൽ പോലും ദയവ് ഇതൊരു മോശപ്പെട്ട പിക്ചർ പോലും നിങ്ങൾ അയക്കരുത്. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കെടുതിയാണ്. ഇതിപ്പോൾ അറിയാതെയാണ്, ആരാന്നറിയില്ല. എന്താ മോളെ കാരണം? ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടത്. പരിചയപ്പെട്ടന്നെ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ കൊണ്ടിടക്കേണ്ട ആളെ സോഷ്യൽ മീഡിയ. അവൻ കറുത്തോനാണ്. ഇപ്പോഴത്തെ ക്യാമറകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 മടങ്ങ് പവറാണ്. കറുത്തോനൊക്കെ വെളുത്തോനാക്കുന്ന ക്യാമറയും. നിങ്ങളതും വിശ്വസിച്ച് നടക്കുക. അവൻ്റെ ഫോട്ടോ ഒറിജിനൽ കാണുന്ന സമയത്ത് വേറെ ഏതോ ഒരു കോലാണ്. നേരിട്ട് കണ്ടിട്ട് തീരുമാനിക്കേണ്ട ഈ കാര്യങ്ങളൊക്കെ. ജീവിതത്തിലേക്ക് കടന്നു വരേണ്ട ആളെ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയോടെ ഇങ്ങനെ പരിചയപ്പെടൽ മാത്രം. പരിചയപ്പെട്ടെങ്കിൽ അത് കുടുംബത്തോട് അറിയിച്ചിട്ട് കുടുംബത്തോടൊപ്പം പോയി കണ്ട് അതൊരു പ്രണയത്തിലേക്ക് പോകാതെ നല്ല രീതിയിലൊക്കെ അവസാനിപ്പിക്കുകയാണെങ്കിൽ തിരക്കടില്ല. ഇത് കല്യാണമൊക്കെ ആലോചിച്ചിട്ട് വന്നിട്ടാണ്. അങ്ങനെയുണ്ട് കുറെ ആളുകൾ. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് പെൺകുട്ടികൾ ആ ഒരു ലോകത്തിലേക്ക് പോകരുത്. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ.